ഹലോ എവ്രിവൺ. ഇത്രയും നാൾ നമ്മൾ ഓൺലൈൻ കോഴ്സുകളെ പറ്റിയാണ് പറഞ്ഞത്. പല കമ്പനികൾ ഫ്രീ ആയി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായി കണ്ടു. നമ്മുടെ മുൻപത്തെ വീഡിയോസൊക്കെ ഫോളോ ചെയ്ത ഒരാൾക്ക് ഇനി ഒരു പുതിയ പ്ലാറ്റ്ഫോം കണ്ടാലും അതിൽ സ്വന്തമായി ഒരു അക്കൗണ്ട് തുടങ്ങാനും കോഴ്സുകളിൽ എൻറോൾ ചെയ്യാനും സാധിക്കും. അതുതന്നെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു കാറ്റഗറിയാണ് ഇൻ്ററാക്റ്റീവ് സിമുലേറ്റേഴ്സ്. ഒന്ന് സങ്കല്പിക്കുക, നിങ്ങൾക്കൊരു മെക്കാനിക്കൽ വെന്റിലേറ്ററിൻ്റെ സെറ്റിംഗ്സിൽ ഒരു ഡൗട്ട് ഉണ്ട്. യൂസർ മാനുവൽ ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരം മുഴുവനായിട്ട് അതിലില്ല. പിന്നെ ചെയ്യാനുള്ളത് വെന്റിലേറ്ററിൽ ഡയറക്റ്റ് പോയി നോക്കുക എന്നുള്ളതാണ്. അത് വെന്റിലേറ്റർ ആക്സസ് ഉള്ളവർക്ക് മാത്രമേ നോക്കാൻ പറ്റൂ. എല്ലാവർക്കും എക്യുപ്മെൻ്റ് ആക്സസ് ഉണ്ടായിരിക്കണമെന്നില്ല. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. പക്ഷേ വെന്റിലേറ്റർ പേഷ്യൻറ്റുമായി കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അവിടെയും പറ്റില്ല. എക്യുപ്മെൻറ്റ് ആക്സസിബിലിറ്റി എപ്പോഴും ഒരു പ്രശ്നമാണ്, ഹൈ വാല്യൂ എക്യുപ്മെൻ്റ് കാര്യത്തിൽ പ്രത്യേകിച്ചും. ഇത്തരം സന്ദർഭങ്ങളിലാണ് സോഫ്റ്റ്വെയർ സിമുലേറ്റേഴ്സിൻ്റെ ഉപയോഗം. സിമുലേറ്റേഴ്സ് പലതരമുണ്ട്. ഓൺലൈനായും ഓഫ്ലൈനായും ഇവ അവൈലബിൾ ആണ്. കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവ, മൊബൈൽ ആപ്പായി, പിന്നെ ഓൺലൈൻ വെബ്സൈറ്റിൽ തന്നെയുള്ളവ എന്നിങ്ങനെ പലതരം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അത്തരം ഒരു സിമുലേറ്ററാണ്. വെന്റിലേറ്റർ പ്രോഡക്റ്റ് ട്രെയിനേഴ്സ് ഫ്രം ഡ്രാഗർ. ഡ്രാഗർ എന്ന കമ്പനിയുടെ വെന്റിലേറ്റർ സിമുലേറ്റേഴ്സ് പബ്ലിക്കായി ആക്സസ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്നതാണ് ഡ്രാഗറിൻ്റെ പ്രോഡക്ട്സ് ആൻഡ് സൊല്യൂഷൻസ് എന്ന പേജ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ പ്രോഡക്റ്റ് വീഡിയോസ് സെക്ഷൻ കാണാം. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ കാണുന്ന പ്രോഡക്റ്റ് ട്രെയിനേഴ്സ് എന്നുള്ള ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഡിഫറെൻറ്റ് വെന്റിലേറ്റർ മോഡൽസ് കാണാം. സവീന 300 സിമുലേറ്റർ, പെർസിയസ് A500 സിമുലേറ്റർ. പെർസിയസ് ഡ്രാഗറിൻ്റെ അനസ്തീഷ്യ വെന്റിലേറ്ററാണ്. എവിറ്റ V500 സിമുലേറ്റർ, എവിറ്റ, സവീന ഇതൊക്കെ ഡ്രാഗറിൻ്റെ ICU വെന്റിലേറ്റേഴ്സ് ആണ്. ബേബിലോഗ് VN500 ഇത് നിയോനാറ്റൽ വെന്റിലേറ്റർ ആണ്. ഓക്സിലോഗ് 3000+ പോർട്ടബിൾ വെന്റിലേറ്റർ ആണ്. പ്രൈമസ് അനസ്തീഷ്യയിൽ വരുന്നതാണ്. ഇതിൽ നമുക്ക് സവീന 300 സിമുലേറ്റർ ഒന്ന് എടുത്തു നോക്കാം. ലേൺ മോർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണാം. ഇത് ചിലപ്പോൾ ഡിവൈസ് കാറ്റഗറി അനുസരിച്ച് 4-5 ഓപ്ഷൻസ് ഒക്കെ ആകാം. പ്രോഡക്റ്റ് ഓവർവ്യൂ എന്നത് ബേസിക്കലി ഡോക്യുമെന്റേഷൻ ആണ്. ഒരു യൂസർ മാനുവലൊക്കെ പോലെ ഒരു എക്യുപ്മെൻ്റ് എല്ലാ ഡീറ്റെയിൽസും ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയി കൊടുത്തിട്ടുണ്ടാവും. ഉദാഹരണത്തിന് വെന്റിലേഷൻ മോഡ് എന്നത് ക്ലിക്ക് ചെയ്താൽ ഈ കാണുന്ന മോഡ്സും ഓപ്ഷൻസും ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് ഓരോ മോഡ്സും ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സിമുലേറ്റർ ഉപയോഗിക്കാനായി സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാം. സെക്കൻഡ് ഓപ്ഷൻ ഗൈഡഡ് സിമുലേഷൻ ആണ്. വളരെ ബേസിക് ആയി മനസ്സിലാക്കേണ്ടവർക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാം. ഈ വെന്റിലേറ്റർ മുൻപ് ഉപയോഗിച്ചിട്ടില്ലാത്തവർക്കും ഗൈഡഡ് സിമുലേഷൻ ഉപയോഗിച്ച് വെന്റിലേറ്റർ പ്രവർത്തിക്കാവുന്നതാണ്. ഓരോ ഫംഗ്ഷനും ഉള്ള പ്രോംപ്റ്റ് ഇവിടെ നമുക്ക് ലഭിക്കും. അതായത് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്നത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എക്യുപ്മെൻറ്റ് ഓൺ ചെയ്യാനുള്ള പ്രോംപ്റ്റ് മുതൽ തുടങ്ങുന്നതാണ്. ഇനി അഥവാ നിങ്ങൾ ഈ വെന്റിലേറ്റർ ഉപയോഗിച്ച് പരിചയമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മാനുവൽ സിമുലേഷൻ എന്നത് ഡയറക്റ്റായി സെലക്ട് ചെയ്യാം. ഇതുപോലെ ഒന്ന് സിമുലേറ്റർ ലോഡ് ആവാൻ വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ സിമുലേറ്റർ ഇപ്പോൾ റെഡിയാണ്. വെന്റിലേറ്റർ ഓൺ ആയി വന്നിട്ടുണ്ട്. സവീന 300 വെന്റിലേറ്ററിൻ്റെ കംപ്ലീറ്റ് ഫ്രണ്ട് പാനൽ ഉണ്ട്. ഇത് വളരെ ഇൻട്രാക്റ്റീവ് ആയ ഒരു പ്ലാറ്റ്ഫോമാണ്. ആ വെന്റിലേറ്റർ എങ്ങനെ നിങ്ങൾ റിയലായി ഉപയോഗിക്കുന്നു അതുപോലെ എല്ലാ സെറ്റിങ്സും നിങ്ങൾക്ക് ഇവിടെയും ചേഞ്ച് ചെയ്ത് നോക്കാം. മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നന്നായിരിക്കും കമ്പ്യൂട്ടറിൽ ഈ സിമുലേറ്റർ ഉപയോഗിക്കുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ്. നമുക്ക് വെന്റിലേറ്റർ മോഡ് ഒന്ന് മാറ്റി നോക്കാം. VC-SIMV ആക്കാം. വെന്റിലേഷൻ സെറ്റിങ്സ് എടുക്കുക, VC-SIMV ക്ലിക്ക് ചെയ്യുക, റോട്ടറി നോബ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഉള്ളത് വോളിയം കൺട്രോൾ SIMVയിലാണ്. സെറ്റിംഗ് പാരാമീറ്റേഴ്സിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ നൽകാവുന്നതാണ്. മെഷർമെൻറ്റ് വാല്യൂ, സ്ക്രീൻ, വേവ് ഫോം ഒക്കെ റിയൽ വെന്റിലേറ്റർ പോലെ ഇവിടെയും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ I/E റേഷ്യോ കാണണം എന്നുണ്ടെങ്കിൽ
വാല്യൂ കാണിക്കേണ്ട സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് I/E റേഷ്യോ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ വേവ് ഫോംസും. സൈഡിലുള്ള ബട്ടൺസും ഫങ്ഷനിങ് ആണ്. നെബുലൈസർ ഓൺ ആക്കണമെങ്കിൽ നെബുലൈസർ ഓൺ ഓഫ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു അലാം കൂടെ ഉണ്ടാക്കിയാലോ? മിനിറ്റ് വോളിയം അലാം ഒന്ന് ട്രൈ ചെയ്യാം. ആദ്യം അലാം ലിമിറ്റ് എത്രയിലാണ് ഉള്ളതെന്ന് നോക്കാം. ലോവർ ലിമിറ്റ് 4, അപ്പർ ലിമിറ്റ് 9. ടൈഡൽ വോളിയത്തിൻ്റെയും റെസ്പിറേഷൻ റേറ്റിൻ്റെയും പ്രോഡക്റ്റ് ആണല്ലോ മിനിറ്റ് വോളിയം. അപ്പോൾ നമുക്ക് VT ഒരു 500 ml അല്ലെങ്കിൽ 0.5 ലിറ്ററും RR റെസ്പിറേഷൻ റേറ്റ് ഒരു 20 ബ്രെത്ത്സ് പെർ മിനിറ്റും വെക്കാം. അപ്പോൾ മിനിറ്റ് വോളിയം എത്ര വേണം? 500 × 20 10,000 ml. ലിറ്ററിൽ പറയുമ്പോൾ 10 ലിറ്റർ, ഏകദേശം 10 ലിറ്റർ വരണം. ഇപ്പോൾ അലാം വന്നിട്ടുണ്ട്. ഹൈ മിനിറ്റ് വോളിയം. മെഷർമെൻറ്റ് വാല്യൂവിൻ്റെ കളർ ഇപ്പോൾ മാറി റെഡ് ആയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ അലാം ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പർ ലിമിറ്റ് കടന്നിട്ടുണ്ട്. ഇങ്ങനെ അലാം സോഴ്സ് നമുക്ക് അറിയാൻ സാധിക്കും. ഇവിടെ കാണുന്ന ട്രെൻഡ് ഡാറ്റ ക്ലിക്ക് ചെയ്താൽ വാല്യൂസ് എല്ലാം നമുക്ക് കാണാം. ഇതാണ് കംപ്ലീറ്റ് മെഷർമെൻറ്റ് വാല്യൂസ്. വെന്റിലേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് സ്റ്റാൻഡ് ബൈ ബട്ടൺ പ്രസ് ചെയ്യുക. സ്റ്റാൻഡ് ബൈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. റോട്ടറി നോബ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡൺ. വെന്റിലേറ്റർ ഇപ്പോൾ സ്റ്റാൻഡ് ബൈ ആയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ പരീക്ഷണങ്ങൾക്കും പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണിത്. നേരത്തെ കണ്ട പോലെ ഡ്രാഗണിൻ്റെ പല വെന്റിലേറ്റർ മോഡൽസിനും സെപ്പറേറ്റ് സിമുലേറ്റേഴ്സ് അവൈലബിൾ ആണ്. എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.